എവരിവൺ, വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അബീമിസ് ആണ് മക്കളെ. നമ്മുടെ ആനുവൽ എക്സാമിങ് എത്തിയല്ലേ. സോ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് മിസ് എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. സോ മക്കൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. മാത്രമല്ല, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അഭിപ്രായങ്ങൾ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. സമയം കളയുന്നില്ല, മിസ് ക്വസ്റ്റ്യൻസ് തരാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോ പറഞ്ഞു എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് ഡിസ്കോഴ്സസിൽ. സോ പ്രിപ്പയർ എ ഡയറി എൻട്രി ഫോർ ജോസഫ് ഓൺ ദ ഡേ ഹി അറൈവ്ഡ് അറ്റ് ദ ഓർഫണേജ്. സോ ജോസഫ് എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്കറിയാം, നമ്മൾ പഠിച്ച ഏത് ചാപ്റ്ററിലെയാണെടാ, നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിലെ യെല്ലോ അംബ്രല എന്ന് പറയുന്ന ചാപ്റ്ററിലെയാണ് ജോസഫ് അല്ലേ. സോ നമ്മളോട് ചോദിച്ച ക്വസ്റ്റൻ എന്താണ്, ജോസഫ് ഓർഫണേജിൽ എത്തിയ ദിവസമുള്ള ജോസഫിൻ്റെ ഡയറി. ശ്രദ്ധിക്കണം, ജോസഫ് ഓർഫണേജിൽ എത്തിയ ദിവസമാണ്, അതായത് നമ്മുടെ സംഭവം നടന്ന ദിവസം, അല്ലെങ്കിൽ യെല്ലോ അംബ്രല ടോയ്സ് കിട്ടിയ ക്രിസ്മസിൻ്റെ ഈവിൽ ഹിലാരിയുടെ സിസ്റ്റർ ടോയ്സും കൊണ്ടുവരുന്ന ദിവസമല്ല. ജോസഫ് നമ്മുടെ ഓർഫണേജിൽ എത്തിയ അന്നുള്ള ആ കുട്ടിയുടെ കുറേ വറീസ് ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛനെ പറ്റിയിട്ടുള്ള കുറേ ചിന്തകളുണ്ടാവും, ഫാമിലിയെ പറ്റിയിട്ടുള്ള ചിന്തകളാണ് ഉണ്ടാവും. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റൻ എങ്ങനെ ആൻസർ ചെയ്യാം? നമുക്കറിയാം മക്കളെ, ഡയറി എൻട്രി ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. സോ ഏത് ദിവസത്തെ ഡയറി ആണോ നമ്മൾ എഴുതേണ്ടത്, അതിൻ്റെ ഡേറ്റും ഡേയും നമ്മൾ കൊടുക്കുക. ഓക്കെ, ഡേറ്റും ഡേയും കൊടുക്കുക. ഡേറ്റും ഡേയും എന്തായാലും നമ്മൾ കൊടുക്കുക. ഇതിൽ മിസ് ടൈം ആഡ് ചെയ്തിട്ടുണ്ട്, ടൈം വേണമെന്നില്ല, അത് നിർബന്ധമില്ല. ഡേറ്റും ഡേയും കമ്പൽസറി ആയിട്ട് നമ്മൾ കൊടുക്കണം. ഇനി ഒരു സ്റ്റാർട്ടിങ് വേണം നമുക്ക്. ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. അതാകുമ്പോൾ നമുക്ക് സങ്കടമുള്ള ദിവസമാണെങ്കിലും സന്തോഷമുള്ള ദിവസമാണെങ്കിലും നമുക്ക് ഇറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ എന്ന് പറയുന്നൊരു സാധനം ആഡ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ടുഡേ വാസ് ദ സാഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. ആ കുട്ടി പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും സങ്കടകരമായിട്ടുള്ള ദിവസമായിരുന്നു ഇന്ന്. ഫാദർ ഹെൽഡ് ദ യെല്ലോ അംബ്രല ഓവർ മീ ആസ് വി വാക്ക് ടു ദിസ് ബിഗ് ബിൽഡിംഗ്. ഈ ഒരു വലിയ ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾ വരുമ്പോൾ അച്ഛൻ ഒരു മഞ്ഞ കൂട പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹി ഡിഡ്ന്റ് സീ മച്ച്. അച്ഛൻ അധികം ഒന്നും സംസാരിച്ചില്ല. ബട്ട് ഐ സോ ഹിസ് ഐസ് വെയർ റെഡ്. പക്ഷെ അച്ഛൻ്റെ കണ്ണുകൾ എന്താ പറയുക, സാധാരണ നമ്മൾ കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണുകളൊക്കെ റെഡ് കളറിലാവുക അല്ലേ. പക്ഷേ അച്ഛൻ സംസാരിച്ചില്ലെങ്കിലും അച്ഛൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു, അല്ലെങ്കിൽ കലങ്ങിയിരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. ഹി ലെഫ്റ്റ് മീ ഹിയർ ആൻഡ് വോക്ക്ഡ് അവേ ഇൻ ടു ദ റെയിൻ. അച്ഛൻ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് മഴയത്തേക്ക് അങ്ങ് നടന്നു പോയി. ഐ ഫെൽ സോ എലോൺ. എനിക്ക് ഭയങ്കര ഒറ്റപ്പെടൽ തോന്നിയല്ലേ. ബട്ട് ദെൻ ഐ ലുക്ക്ഡ് അറ്റ് ദ യെല്ലോ അംബ്രല ഹി ലെഫ്റ്റ് വിത്ത് മീ. അച്ഛൻ അങ്ങനെ നടന്നു പോയതിന് ശേഷം എൻ്റെ കയ്യിൽ മിച്ചം ഉണ്ടായിരുന്ന അവശേഷിച്ചിരുന്നത് ആ ഒരു യെല്ലോ അംബ്രല മാത്രമായിരുന്നു. ഇറ്റ് ഫീൽസ് ലൈക്ക് ഹീ സ്റ്റിൽ ഹോൾഡിങ് മൈ ഹാൻഡ്. ഈ ഒരു അംബ്രല കാണുമ്പോൾ അച്ഛൻ്റെ കൈ പിടിച്ച് നടക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മ വരാണ്, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നുകയാണ്. ഐ വിൽ വെയിറ്റ് ഫോർ ഹിം. ഞാൻ അച്ഛന് വേണ്ടിയിട്ട് കാത്തിരിക്കും. ഐ നോ ഹി വിൽ കം ബാക്ക്. എനിക്ക് ഉറപ്പുണ്ട് അച്ഛൻ എന്തായാലും തിരിച്ചു വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയാണ്. സോ ആ ഒരു ദിവസത്തെ നമ്മുടെ ജോസഫിൻ്റെ ഡയറി എൻട്രിയാണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ. ഇതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. What were the thoughts that passed through Joseph's mind as he watched his father walk away into the rain? സെയിം സിറ്റുവേഷൻ ആണ്, സിനാരിയോ ഏകദേശം സിമിലർ ആണ്. പക്ഷെ ഇത്തവണ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തോട്ട്സ് എഴുതാനാണ് മക്കളെ. തോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചിന്തകൾ എഴുതാനാണ് അല്ലേ. സോ അച്ഛൻ മഴയത്ത് ആ കുട്ടിയെ അവിടെ കൊണ്ടാക്കിയിട്ട് മഴയത്ത് അച്ഛൻ നടന്നു പോകുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്ന തോട്ട്സ് എന്തൊക്കെയാണ്, ചിന്തകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാം? സോ ഒരു തോട്ടാണ് മിസ് തരുന്ന ഈ ക്വസ്റ്റ്യൻസ് അതേപോലെ നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് എഴുതണം എന്നല്ല, മിസ് ഒരു മോഡൽ മാത്രമാണ് തരുന്നത് കേട്ടോ. മിസ്സിൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾ തന്നെ ആൻസർ ക്രിയേറ്റ് ചെയ്യണം. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, ഗ്രാമാറ്റിക്കൽ ഇറേസ് ഇല്ലാണ്ട് നിങ്ങളുടേതായിട്ടുള്ള ആൻസേഴ്സിനാണ് ഏറ്റവും വാല്യൂ ഉള്ളത്. മിസ് ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തരുന്നേ ഉള്ളൂ. സോ ആ സമയത്തുള്ള ഈ കുട്ടിയുടെ ചിന്തകൾ എന്തൊക്കെയാണ്, തോട്ട്സ് എന്തൊക്കെയാണ്? ആ കുട്ടി ചിന്തിക്കുകയാണ്, ഓ ഫാദർ പ്ലീസ് ഡോണ്ട് ടേൺ യുവർ ബാക്ക് ഓൺ മീ. അല്ല, എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകരുതേ അച്ഛ, എന്നെ കണ്ടില്ല എന്ന് നടിക്കരുത്. ഐ ക്യാൻ സീ യുവർ ഷോൾഡേഴ്സ് ഷേക്കിംഗ്. ആർ യു ക്രൈയിങ്? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അച്ഛൻ്റെ ഷോൾഡേഴ്സ് ഷേക്കിയാണ്. എപ്പോഴാണ് നമ്മുടെ ഷോൾഡേഴ്സ് ഷേക്ക് ചെയ്യുക? ഒന്നെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞിട്ട് കൈ കൊട്ടിച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കരയണം അല്ലേ. നമ്മുടെ പഞ്ചാബി ഹൗസിൽ
കൊച്ചിൻ ഹനീഫ ഇവരെ കൊണ്ടാക്കിയിട്ട് അല്ല നമ്മുടെ ദിലീപിനെയും ഹരിശേഷനെയും കൊണ്ടാക്കിയിട്ട് പട്ടണം പോയി കപ്പലും കിട്ടി ഐലീസ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ കുലുക്കിക്കൊണ്ട് പോകുമ്പോൾ അവർ വിചാരിക്കും കരയാണെന്ന്. പക്ഷേ ആക്ച്വലി ചിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ 2 സിറ്റുവേഷനിലാണ് നമ്മൾ ഷോൾഡേഴ്സ് കുലുക്കുക, ഒന്നെങ്കിൽ സങ്കടപ്പെട്ടിട്ട് അല്ലെങ്കിൽ സന്തോഷിച്ചിട്ട്. പക്ഷേ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്കറിയാം മക്കളെ, ഇതെന്തായാലും കൈകൊട്ടി മോനെ കൊണ്ട് ഇവിടെ ആക്കി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൈകൊട്ടി ചിരിച്ചോണ്ടായിരിക്കില്ല, സങ്കടപ്പെട്ടുകൊണ്ടായിരിക്കും അല്ല. സിറ്റുവേഷൻ കുറച്ച് ഡാർക്കാണ്. അപ്പോൾ അച്ഛൻ്റെ ഷോൾഡേഴ്സ് ഷെയ്ക്ക് ചെയ്യുന്ന കാണാം, അച്ഛൻ കരയുമായിരിക്കും എന്ന് പറയാണ്. ഐ വാണ്ട് ടു റൺ ആഫ്റ്റർ യു, എനിക്ക് അച്ഛൻ്റെ പുറകെ ഓടി വരണം എന്നുണ്ട്. ബട്ട് മൈ ഫീറ്റ് ഫീൽ ലൈക്ക് ലെഡ് അല്ലേ, എനിക്കിതാ ഓടി വരണം എന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ കാലുകൾ കൊണ്ട് അതിന് കഴിയുന്നില്ല. യു ലെഫ്റ്റ് മീ ദിസ് യെല്ലോ അംബ്രല്ല ടു കീപ് മീ ഡ്രൈ, ബട്ട് ഹൂ വിൽ കീപ് യു ഡ്രൈ ഇൻ ദിസ് സ്റ്റോം. ഈ യെല്ലോ അംബ്രല്ല മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഈ യെല്ലോ അംബ്രല്ലയും കൊണ്ടുവന്നു. പക്ഷേ ഈ കൊടുങ്കാറ്റിൽ, ഇവിടെ കൊടുങ്കാറ്റെന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രശ്നങ്ങളിൽ നിന്ന് അച്ഛനെ ആര് സുരക്ഷിതനാക്കി വെക്കും? ഐ വിൽ ഹോൾഡ് ദിസ് അംബ്രല്ല ടൈറ്റ് എവറി സിംഗിൾ ഡേ അണ്ടിൽ യു കം ബാക്ക് ത്രൂ ദോസ് ഗേറ്റ്സ്. അച്ഛൻ വരുന്നത് വരെ, ആ ഗേറ്റുകൾ കടന്ന് അച്ഛൻ തിരികെ വരുന്നത് വരെ ഞാൻ ഈ യെല്ലോ അംബ്രല്ല ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കും. ഐ പ്രോമിസ് ഐ വിൽ ബി ഗുഡ് ബോയ്, ഞാൻ നല്ലൊരു കുട്ടിയായിട്ടല്ല, ഞാൻ നല്ല മോനായിട്ടിരുന്നോളാം. പ്ലീസ് കം ബാക്ക് സൂൺ, വേഗം തിരിച്ചു വരണേ അച്ഛ അല്ലെ. അപ്പോൾ ആ തോട്ട്സ് എഴുതുമ്പോൾ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിൽ വേണം എഴുതാൻ കേട്ടോ. അപ്പോൾ ആ കുട്ടിയുടെ ചിന്തകൾ ഐ മീ പോലെയുള്ള, ആ കുട്ടിയുടെ പെർസ്പെക്റ്റീവ് നിന്നാണ് അല്ലേ. സോ ഐ മീ പോലെയുള്ള ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് വേണം യൂസ് ചെയ്യാൻ. നമുക്ക് ഇമോഷൻസ് ആഡ് ചെയ്യാം, ബ്രോക്കൺ സെൻറ്റൻസുകൾ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഓ മൈ ഗോഡ് വാട്ട് വിൽ ഐ ഡു എന്ന് പറഞ്ഞിട്ട് വേണം ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മുടെ ആ ഒരു ഇമോഷൻസ്, നമ്മുടെ അല്ല ആ കുട്ടിയുടെ ഇമോഷൻസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. സോ തോട്ട്സ് ചോദിച്ചാൽ എങ്ങനെ എഴുതണം എന്ന് മിസ്സിൻ്റെ മക്കൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായി. സോ ഇതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള നിങ്ങൾക്ക് ഇതാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മാരത്തോൺ വരുന്നുണ്ട്. മാരത്തോൺ ലൈവിൽ എല്ലാവരും പങ്കെടുക്കുക. 7ാം ക്ലാസ്സിൽ നിങ്ങളുടെ അടിപൊളിയായിട്ട് നിങ്ങളുടെ കൂടെ നമ്മുടെ സൈലം ഉണ്ടായിരുന്നത് പോലെ തന്നെ മക്കളെ 8ാം ക്ലാസ്സിലേക്കാണ് നിങ്ങൾ ഇനി പോകുന്നത് അല്ലേ. നമ്മളിതാ UP സെക്ഷൻ മാറിയിട്ട് നമ്മൾ ഹൈസ്കൂളിലേക്ക് എത്തുകയാണ്. സോ ഹൈസ്കൂളിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടെ പഠിക്കാനുണ്ടാവും. കണ്ടൻറ്റിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു കുറച്ചും കൂടെ കണ്ടൻറ്റ് നമുക്ക് പഠിക്കാനുണ്ടാവും. സബ്ജക്റ്റ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാവും. സോ 7ാം ക്ലാസ്സിൽ ഉടനീളം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒപ്പം സൈല ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആ സൈല ഉണ്ട്. സൈലത്തിൻ്റെ ബാച്ചാണ് യോധ ബാച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ എജു ഫെസ്റ്റ് ഓഫർ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 10% ഓഫിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീസിൽ കണ്ടോ 2924 എന്ന് പറയുന്ന ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് ബേസ് പ്ലാനിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന 5 പേർക്ക് സ്മാർട്ട് വാച്ച് ആണ് കിട്ടാൻ പോകുന്നത് മക്കളെ. അപ്പോൾ താല്പര്യമുള്ളവർ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് മിസ് കാണിക്കുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, 9995400800 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാച്ചിനെ സംബന്ധിച്ച ഏതൊരു ഡൗട്ട്സും നിങ്ങൾക്ക് ഇതിലേക്ക് കോൺടാക്ട് ചെയ്യാനും എൻക്വയറീസിനും ഒക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. സോ അടുത്ത വർഷം സേലത്തിനോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാം. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത ക്ലാസ്സിൽ ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.